ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു വഴുതന ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. വേറെ ഒന്നും നമുക്ക് ചോറിൻ്റെ കൂടെ വേണ്ട. അപ്പോൾ ഈ ഒരു വഴുതന ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി അതുപോലെ തന്നെ 4-5 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സാധാ ഒരു ചീനമുളക് അങ്ങനത്തെ മുളകാണ്. അപ്പോൾ ഈ രണ്ട് മുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തൈരില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞതും ചേർത്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിലേക്കായിട്ട് പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എടുക്കുന്ന വഴുതനങ്ങ എത്രയാണ് അതിനനുസരിച്ച് ഇവിടെ എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ കൂടി ചേർത്തെടുക്കുക. വഴുതനങ്ങ ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു മസാലയൊക്കെ നല്ലതുപോലെ ഇതിലൊന്ന് പിടിച്ചതിന് ശേഷം വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 പച്ചമുളക് കൂടി ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, കാരണം വഴുതനങ്ങ അതുതന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2 വശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു വശത നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ടെടുത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഗ്യാസ് കൂട്ടി വെക്കരുത്, കാരണം ഇത് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല മസാലയോട് കൂടി തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, കറികളില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്